എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഇന്നത്തെ ദിവസം രാവിലെ തുടങ്ങിയത് തന്നെ ജിമ്മിൽ നിന്നാണ് കേട്ടോ. എനിക്കിപ്പോൾ ആഴ്ചയിൽ 4 ദിവസം മുടക്കം കൂടാതെ ജിമ്മിൽ പോകാനായിട്ട് പറ്റുന്നുണ്ട്. അതിൻ്റേതായ മാറ്റങ്ങളും എനിക്ക് കാണാനായിട്ടുണ്ട് കേട്ടോ. മുമ്പൊക്കെ വളരെ മടിയോടുകൂടെ പോയിരുന്നൊരു സ്ഥലമായിരുന്നു ഇവിടെ. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ വളരെ സാറ്റിസ്ഫാക്ഷനും ഒരു തരം ഹീലിംഗ് നമുക്ക് തരുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ജിമ്മ് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഗിഫ്റ്റ് ഷോപ്പിലോട്ടാണ്. നമുക്കിന്ന് ഈവനിങ് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഫംഗ്ഷനുള്ള പുള്ളിക്കാരിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാനായിട്ടാണ് ഇവിടെ വന്നത്. അങ്ങനെ ഗിഫ്റ്റൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി ഒരു പ്രോട്ടീൻ ഷേക്കൊക്കെ ഉണ്ടാക്കി കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ഈവനിങ് ആയിരുന്നല്ലോ പരിപാടി. അങ്ങനെ ഈവനിങ് ഡ്രസ്സൊക്കെ മാറി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആദ്യം പള്ളിയിൽ പോയതിനു ശേഷം പിന്നെ നേരെ അവിടെ നിന്ന് ഫംഗ്ഷൻ ഹാളിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ നേരെ ബൈക്ക് എടുത്ത് നേരെ പള്ളിയിലോട്ട് പോയി. നമ്മളെല്ലാ പ്രാവശ്യം പോകാറുള്ള ഈശുവിനിലെ പള്ളിയിൽ നിന്ന് മാറി ഇപ്രാവശ്യം ബെഡോക്കിലുള്ളൊരു പള്ളിയിലാണ് നമ്മളിന്ന് കുർബാനയ്ക്ക് പോയത്. ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ ക്രിസ്റ്റീനയും ഉണ്ടായിരുന്നു. ഇന്നത്തെ പരിപാടിക്ക് ഇവൾക്കും കൂടി ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇവൾക്ക് വേറെ കുറച്ച് പരിപാടി ഉള്ളതുകൊണ്ടും ഇവൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇവളുടെ വീട്ടിലോട്ട് പോയി. അങ്ങനെ അവിടെ നിന്ന് നേരെ ഞാൻ സിംഗപ്പൂരിലുള്ള മൺസു മസാല എന്ന റെസ്റ്റോറൻറ്റിൻ്റെ പ്രൈവറ്റ് ഹാളിലോട്ട് പോയി. അവിടെയാണ് പരിപാടി നടക്കുന്നത്. ഹോളി തൊട്ട് എനിക്ക് അറിയാവുന്ന അൽപ്പന എന്ന നോർത്ത് ഇന്ത്യൻ ഫ്രണ്ടിൻ്റെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂരിൽ നിന്ന് പഠിച്ചിറങ്ങിയതിൻ്റെ ഗ്രാജുവേഷൻ സെറിമണി ആയിരുന്നു ഇന്ന്. അതിൻ്റെ ട്രീറ്റ് ആണെന്ന് കിട്ടിയത്. അപ്പം ഇന്നത്രേ ഉള്ളൂ. ബായ്.